എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാമോ ഞാൻ പഠിച്ചത്. 10-15 കിലോമീറ്റർ നടന്നാണ് സ്കൂളിലെത്തുന്നത്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല. ഉച്ചക്കഞ്ഞി കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല. വൈകുന്നേരം വന്നാൽ ഉറപ്പൊന്നുമില്ല ഭക്ഷണം കിട്ടുമെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ പഠിച്ചത്. നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്? ബൈക്കിന് ബൈക്ക്, സൈക്കിളിന് സൈക്കിൾ, ഭക്ഷണത്തിന് ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നിനക്കെന്താ പഠിച്ചാൽ? ഈ ചോദ്യം കുട്ടികളോട് നിങ്ങൾ പല രീതിയിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടില്ലേ? മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ കൃത്യതയോടെ വ്യക്തതയോടെ ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണോ അതോ അല്ല എന്നാണോ? ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പേരൻറ്റിങ്, ഒരു ടീമായിട്ട് നിന്നുകൊണ്ടുള്ള പേരൻറ്റിങ്, അതാണ് പവർഫുള്ളായിട്ടുള്ള പേരൻറ്റിങ്. അതിലും വലിയൊരു ഗിഫ്റ്റ് നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുവാനില്ല. പേരൻറ്റിങ് ടീം വർക്കായിട്ട് എങ്ങനെ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ശക്തമായ വിവാഹബന്ധങ്ങൾ സൃഷ്ടിക്കാനും അവയെ അരക്കിട്ടുറപ്പിക്കാനും ഉതകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിലെ 19ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. മാതാപിതാക്കൾ രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി വ്യത്യസ്ത ദിശയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ അരക്ഷിതാവസ്ഥയിലാവും. അവർ അപകടകരമായ തീരുമാനങ്ങൾ എടുത്തെന്നിരിക്കാം. അവർ ജീവിതത്തിൻ്റെ സന്നിഗ്ധാവസ്ഥയിലെത്തിയെന്നിരിക്കാം. മാതാപിതാക്കൾ വ്യക്തതയോടെ തുടർച്ചയായി ഒരേ മനസ്സോടെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ സുരക്ഷിതത്വ ബോധമുള്ളവരായിരിക്കും. അവർ അച്ചടക്കം ശീലിക്കും, വൈകാരിക പക്വതയോടെ വളരാൻ സാധിക്കും. ഒരേ മനസ്സോടെ ഒരു ടീമായി പേരൻറ്റിങ് പോവേണ്ടത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കുട്ടിയിൽ സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കാൻ. സുരക്ഷിതത്വ ബോധത്തോടു കൂടി വളരുന്ന കുട്ടി നാടിനും വീടിനും രാജ്യത്തിനും ഒരു സ്വത്താണ്. 2, ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം. ദമ്പതികൾ തമ്മിൽ പരസ്പര ബഹുമാനത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിലുള്ള തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ നല്ലൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. 3, മോഡലിംഗ് ടീം വർക്ക്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളപ്പോൾ, വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ പരസ്പര ബഹുമാനത്തോടെ പരിഹരിക്കാം എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു മാതൃകയാണ്. പേരൻറ്റിങ്ങിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വ്യത്യസ്ത രീതിയിലുള്ള പേരൻറ്റിങ് സ്റ്റൈലാണ്. സ്വേച്ഛാധിപത്യപരമായ പേരൻറ്റിങ് സ്റ്റൈലാണോ, ജനാധിപത്യപരമായ പേരൻറ്റിങ് സ്റ്റൈലാണോ, കർശന നിയന്ത്രണങ്ങൾ പാലിക്കുന്ന പേരൻറ്റിങ് സ്റ്റൈലാണോ? ഇതിലേത് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? മറ്റൊന്ന്, ഇതിൽ ഏത് പേരൻറ്റിങ് സ്റ്റൈലിലാണ് മാതാപിതാക്കൾ വളർന്നത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എൻ്റെ മാതാപിതാക്കളുടെ പേരൻറ്റിങ് സ്റ്റൈൽ അത് തന്നെ ഞാൻ തുടർന്നാൽ മതിയോ? ഒരേ മനസ്സോടെ ഒരു ടീമായി ഒന്നിച്ച് മുന്നേറാൻ ദമ്പതികൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1, സ്വകാര്യമായ തീരുമാനമെടുക്കൽ. ദാമ്പത്യത്തിൽ ദമ്പതികൾ ചെയ്യേണ്ടത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തീരുമാനമെടുക്കേണ്ടത് സ്വകാര്യമായിട്ട് എടുക്കുക. അത് കുട്ടികളെ അറിയേണ്ട ആവശ്യമില്ല, അത് ദമ്പതികൾ മാത്രം അറിഞ്ഞാൽ മതി. 2, ആഴ്ച തോറുമുള്ള അവലോകനം. ദമ്പതികൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു 10-15 മിനിറ്റ് സ്വകാര്യമായിട്ട് അവരിരുന്ന് ആലോചിക്കണം, ചിന്തിക്കണം. എടുത്ത തീരുമാനങ്ങൾ എന്തെല്ലാം നടപ്പിലായി, എന്തെല്ലാം നടപ്പിലായില്ല. ഇങ്ങനെ ഒരു അവലോകനം ചെയ്യുന്നത് അവരുടെ പേരൻറ്റിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് ശക്തമായിട്ട് അവരെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. 3, നമ്മൾ എന്ന ഭാഷ ഉപയോഗിക്കുക. നമ്മൾ കുട്ടികൾ സംസാരിക്കുമ്പം കുട്ടികളുടെ മുന്നിൽ വെച്ച് പലപ്പോഴും കേൾക്കുന്നതാണ്, നിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ നിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾക്ക് പകരം നമ്മൾ എന്ന പദം ഒന്ന് ഉപയോഗിച്ച് നോക്കി. നമ്മൾ എന്ന പദം, അതിന് കുറച്ചുകൂടെ മാസ്മരികതയുണ്ട്. അത് കുറച്ചുകൂടെ പേരൻറ്റിങ് സ്റ്റൈല് കുറച്ചുകൂടെ ബെറ്ററാക്കാൻ സഹായിക്കും. 4, റോൾ സെറ്റ് ചെയ്യുക. നമ്മൾ റോള് സെറ്റ് ചെയ്യണം. ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്, ആ റോൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യണം. പക്ഷേ എപ്പോഴും ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ ആ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെക്സിബിളാണ്. അപ്പോൾ റോള് സെറ്റ് ചെയ്താൽ പോലും ആവശ്യമുള്ള സമയത്ത് അവയ്ക്ക് ഫ്ലെക്സിബിലിറ്റി വരുത്താൻ പറ്റണം. അങ്ങനെ നമ്മൾ പേരൻറ്റിങ്ങിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വ്യത്യാസം നമുക്ക് കണ്ടറിയാൻ പറ്റും. 5, കുട്ടികളുടെ മുന്നിൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിക്കുക. നമ്മൾ പല കേസുകളും കാണുന്നത്, നിൻ്റെ അച്ഛൻ ചെയ്തത് ശരിയായില്ല,
അമ്മയ്ക്ക് എന്തറിയാം, എന്തെങ്കിലും അറിയാമോ കാര്യങ്ങൾ ചെയ്യാൻ? ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പ്രവണത പല വീടുകളിലും നമ്മൾ കാണാറുണ്ട്. എൻ്റെ മുന്നിൽ വരുന്ന കൗൺസിലിംഗ് കേസുകളിൽ ഞാൻ കാണാറുണ്ട്. സോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താതെ, അങ്ങനെ കുറ്റപ്പെടുത്താൻ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സംസാരിക്കുക. പക്ഷേ കുട്ടികളുടെ മുന്നിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ശക്തമായ ഒരു വിവാഹബന്ധത്തിലൂടെ മാത്രമേ ശക്തമായ ഒരു പേരൻറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും കാണുന്നത് പല വിവാഹ ബന്ധങ്ങളിലും അവർ വെറും മാതാപിതാക്കൾ മാത്രമാണ് എന്ന ചിന്തയാണ് അവർക്കുള്ളത്. എന്നാൽ തങ്ങൾ ഈ മാതാപിതാക്കളാകുന്നതിന് മുന്നേ ദമ്പതികളായിരുന്നു, ആ ദാമ്പത്യം മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം പല കേസുകളിലും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത്, അവർ ഓർത്തിരിക്കേണ്ടത് തങ്ങൾ ദമ്പതികളായ മാതാപിതാക്കളാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒന്ന് ബീച്ചിലേക്ക് പോകാനും കുട്ടികളുമായിട്ട്, ഇടയ്ക്ക് ഒന്ന് പാർക്കിലേക്ക് പോകാനോ, നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കുട്ടികളുമായിട്ട് പോയി ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ചിരിക്കാനും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും അവയ്ക്ക് നന്ദി പറയാനും, ചെറിയ എഫേർട്സിന് ആണെങ്കിൽ പോലും അവയ്ക്ക് അപ്രിസിയേഷൻ കൊടുക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കുട്ടികളിലെ വൈകാരിക പക്വത അത് വളരുന്നു. ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും ഈ ഇമോഷണൽ ഇൻ്റലിജൻസ്, മുതിർന്നവരിലെ വൈകാരിക പക്വത അളന്നിട്ടുണ്ട്. പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെയധികം കുറവാണെന്നുള്ളതാണ്. ബിലോ ആവറേജ് ധാരാളം ആൾക്കാരിലാണ് ഉള്ളത്. നമുക്ക് കുട്ടികളിൽ വൈകാരിക പക്വത വളർത്തിയെടുക്കാം ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. നാളെ രാവിലെ എന്ത് പാചകം ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിൽ അതിനും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്, എൻ്റെ പേരൻറ്റിങ് സ്റ്റൈല് എവിടെ വരെയായി, എന്താണ് ഞാൻ ചെയ്തത്, ഇനി എന്ത് ഞാൻ ചെയ്യണം. ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പേരൻറ്റിങ് സ്റ്റൈല് കുറച്ചുകൂടെ മികവുറ്റതാകാൻ സഹായിക്കും. പേരൻറ്റിങ് ഒരു പൂർണ്ണതയല്ല, അതൊരു പങ്കാളിത്തമാണ്. മാതാപിതാക്കൾ രണ്ടുപേരും വ്യത്യസ്ത രീതിയിലാണ് കുട്ടികളുടെ അടുത്ത് ഒരു അഭിപ്രായം പറയുന്നത്. കുട്ടി എന്തെങ്കിലും ഒരു ആവശ്യം പറയുകയാണ്, ഒരു ടൂറിന് പോകുന്ന കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു മുട്ടായിയുടെ കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം പറയുകയാണ്. അമ്മ അതിനെ അനുകൂലിച്ചും അച്ഛൻ എതിർത്തും പറയുക, അല്ലെങ്കിൽ തിരിച്ച് പറയുക. ഇങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഒരുപക്ഷെ ആ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ കുട്ടി ശ്രമിച്ചെന്നിരിക്കും. ഇവിടെ ചെയ്യേണ്ടത് ഒരേപോലെയുള്ള ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞു നോക്കിയേ, അവിടെ കാര്യങ്ങൾ മാറി മറിയും. അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് പങ്കാളിത്തമാണ്, ഇത് പൂർണ്ണതയല്ല പങ്കാളിത്തമാണെന്ന് എടുത്തു പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത കൊണ്ടുവരാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിലെ പേരൻറ്റിങ് ആ സ്റ്റൈലിനെ കുറച്ചുകൂടെ മികവുറ്റതാക്കാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.